നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ കൂടുതൽ കണ്ണുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ഇഡി. PRD നിധി മാസ്റ്റേഴ്സ് ഫിൻസർവ് തട്ടിപ്പുകളിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തി. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വൻതുകകൾ നിക്ഷേപിച്ചവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിലും അന്വേഷണമുണ്ട്. കൂടാതെ കരുവന്നൂർ കള്ളപ്പണക്കേസിൽ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്തുവകകൾ ലേലം ചെയ്ത് നിക്ഷേപകർക്ക് നൽകണം എന്ന ഹർജി കലൂർ PMLA കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയുമാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മയെ, നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം ഏതൊക്കെ തലത്തിൽ വ്യാപിക്കുന്നു എന്നുള്ളതാണ്. ലക്ഷ്മി, 150 കോടി രൂപ നിക്ഷേപകരിൽ നിന്നും കൈക്കലാക്കി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പത്തനംതിട്ട കുറിയന്നൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PRD മിനി നിധി ലിമിറ്റഡ് ഉടമ അനിൽകുമാറിനെയും അതോടൊപ്പം തന്നെ ജനറൽ മാനേജർ ഡേവിഡ് ജോർജിനെയും ബുധനാഴ്ചയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ കാക്കനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാസ്റ്റേഴ്സ് ഫിൻസർവ് എന്ന സ്ഥാപനം കോടിക്കണക്കിന് രൂപ ഓഹരി വ്യാപാരത്തിലൂടെ ലാഭം നൽകാമെന്നുള്ള രീതിയിൽ തട്ടിപ്പ് നടത്തി നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ചിരുന്നു. ഈ കേസിൽ മാസ്റ്റേഴ്സ് ഫിൻസർവ് ഉടമയായിട്ടുള്ള എബിൻ വർഗീസിനെയും ED അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 3 പ്രതികളെയും 2 ദിവസത്തേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ 3 പേരുടെയും ചോദ്യം ചെയ്യൽ നിലവിൽ EDയുടെ ഓഫീസിൽ പുരോഗമിക്കുകയാണ്. കൂടുതലായിട്ടും ED നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത് നിരവധി പേർക്ക് ഈ തട്ടിപ്പിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ്. അതായത് മാസ്റ്റേഴ്സ് ഫിൻസർവ് ഉടമയായിട്ടുള്ള എബിൻ വർഗീസിന് പുറമെ എബിൻ വർഗീസിന്റെ ഭാര്യ ശ്രീരഞ്ജിനിയും പ്രതിയാണ്. ശ്രീരഞ്ജിനിയിലേക്കും അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പേർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നുള്ള വിവരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. PRD മിനി നിധി ലിമിറ്റഡിന്റെ കേസിലും സമാനമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് ED നടത്തുന്നത്. സമാനമായിട്ടുള്ള വിവരങ്ങൾ അവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലവിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട് വിശദമായിട്ട് തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കാനാണ് EDയുടെ നീക്കം. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. വൻ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നിരവധി പേർ, അതായത് ഡോക്ടർമാരടങ്ങുന്ന പ്രൊഫഷണലുകളാണ് കൂടുതലും ഈ നിക്ഷേപം നടത്തിയിട്ടുള്ളത്. 1 കോടിയും അതിൽ കൂടുതൽ തുകയും നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിക്ഷേപകരുടെ സാമ്പത്തിക സ്രോതസ്സുകളും വെളിപ്പെടേണ്ടതുണ്ട്.